പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായമാണ് നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. നല്ല ഇടയൻ്റെ സവിശേഷതകളെക്കുറിച്ചും നല്ല ആടുകൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. 2 തരത്തിലാണ് നമ്മളിതിനെ വ്യവച്ഛേദിച്ചിരിക്കുന്നത്. ഒന്നാമതായി, ആരാണ് നല്ല ഇടയൻ എന്ന്, നല്ല ഇടയൻ്റെ 8 സ്വഭാവ സവിശേഷതകൾ ഒന്നൊന്നായി ഞാൻ അവതരിപ്പിക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഒരു നല്ല ആട് ആകേണ്ടത് എന്നും ഏതാനും ചില സ്വഭാവ സവിശേഷതകൾ അവതരിപ്പിച്ചുകൊണ്ട് സമർത്ഥിക്കാനായി ശ്രമിക്കുകയാണ് ഇനി വരുന്ന ഏതാനും ചില എപ്പിസോഡുകളിലൂടെ. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക, നല്ല ഇടയൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. ടൈറ്റിൽ നല്ല ഇടയൻ്റെ സവിശേഷതകളാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ 42 വരെയുള്ള വചനങ്ങളാണ് നല്ല ഇടയനായി യേശു കർത്താവിനെ 4-ാം സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. അവിടെ യോഹന്നാൻ അവതരിപ്പിക്കുന്ന നല്ല ഇടയനായി യേശു കർത്താവിന് 8 തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ കാണാനായി നമുക്ക് സാധിക്കും. അതിൽ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുക വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ എന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ വാതിലിലൂടെയാണ് നല്ല ഇടയൻ പ്രവേശിക്കേണ്ടത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമുക്ക് വായിച്ചു കേൾക്കാൻ സാധിക്കും. യോഹന്നാൻ 10-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്കു കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. ഇതാണ് വചനം. വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് നല്ല ഇടയൻ എന്ന് യേശു കർത്താവ് ഈ വാക്യത്തിലൂടെ അവതരിപ്പിച്ചിട്ട് പറയുകയാണ്. ആരെങ്കിലുമൊക്കെ വാതിലിലൂടെ അല്ലാതെ പ്രവേശിക്കുന്നുണ്ട് എങ്കിൽ അവർ നല്ല ഇടയന്മാരല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വാക്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുക, ചുറ്റും മതിൽ കെട്ടി അകത്ത് പ്രവേശിക്കാൻ ഒരു വാതിൽ മാത്രമുണ്ടായിരുന്ന പാലസ്തീനിയൻ ആട്ടിൻ തൊഴുത്തായിരിക്കണം യോഹന്നാൻ്റെ 4-ാം സുവിശേഷകൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാലസ്തീനയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് മാത്രമല്ല കേട്ടോ, ഈ അടുത്ത കാലം വരെയും ആടിനെ മേയ്ക്കുന്ന ധാരാളം സമൂഹങ്ങളുണ്ടായിരുന്നു. ആട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ജീവനോപാധിയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടമായി ആടുകളെ മേയിച്ചു കൊണ്ട് പോകുന്നത് ഇപ്പോഴും പാലസ്തീനയിലൂടെയൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും. എനിക്കും അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പാലസ്തീനയുടെ ചില പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് ഹോളി ലാൻഡ് എന്ന് വിളിക്കുന്ന, യേശു കർത്താവ് ജനിച്ച് ജീവിച്ച് പീഡകൾ സഹിച്ച് മരിച്ചുയർത്ത പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ വലിയ ആട്ടിൻപറ്റങ്ങളെ കാണാനിട വന്നിട്ടുണ്ട്. ആട്ടിൻപറ്റങ്ങളെ മേയിച്ചുകൊണ്ട് ഇടയന്മാർ പുറകിൽ സഞ്ചരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പാലസ്തീനയുടെ പശ്ചാത്തലത്തിൽ തൊഴുത്ത് എന്ന് പറയുന്നത് ചുറ്റും മതിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നത് പോലെയുള്ള വലിയ സിമൻറ്റ് കട്ടകൾ ഉപയോഗിച്ച് കെട്ടുന്ന മതിലുകളായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഫെൻസിങ്ങുകളാണ് സാധാരണ ചെയ്യുക. ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടാകാം ചിലപ്പോഴെങ്കിലുമൊക്കെ, കമ്പുകളൊക്കെ ചേർത്ത് വെച്ച് കെട്ടിക്കൊണ്ടാകാം ചിലപ്പോൾ ചുറ്റുമതിലുകളൊക്കെ കെട്ടുന്നത്. അപ്രകാരം ചുറ്റും മതിൽ കെട്ടി അകത്ത് പ്രവേശിക്കാനായി ഒരു വാതിൽ മാത്രമുണ്ടായിരുന്ന പാലസ്തീനയുടെ ആട്ടിൻ തൊഴുത്താണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇടയനും തൊഴുത്തുമായി അവതരിപ്പിക്കപ്പെടുന്ന 10-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അവിടെ
ആടുകളുടെ ഇടയനു മാത്രമേ ഈ വാതിലിലൂടെ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. മറ്റു മാർഗങ്ങളിലൂടെ ആട്ടിൻ തൊഴുത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർ വ്യാജ ഇടയന്മാരോ കവർച്ചക്കാരോ ആണ് എന്ന് ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാരണവും മറ്റൊന്നല്ല. ഇങ്ങനെ ചുറ്റുമതിൽ കെട്ടിയിട്ട് ഒരു വാതിലിലൂടെ മാത്രം ഇടയൻ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ ആടുകളെ അകത്ത് പ്രവേശിപ്പിച്ച് കഴിയുമ്പോൾ ആട്ടിടയൻ തന്നെയാണ് ആ ഒരു വാതിൽക്കൽ കിടക്കുന്നത്. ആടുകളുടെ കാവൽക്കാരനാണ് ആട്ടിടയൻ. അതുകൊണ്ട് ഒരു പ്രവേശന ദ്വാരം മാത്രമേയുള്ളൂ. ആ പ്രവേശന ദ്വാരത്തിലാണ് ആട്ടിടയൻ കിടക്കുക. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, ഇടയന് മാത്രമേ ഈ വാതിലിലൂടെ പ്രവേശനമുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റു മാർഗങ്ങളിലൂടെ ആട്ടിൻ തൊഴുത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർ വ്യാജ ഇടയന്മാരോ അതുമല്ലെങ്കിൽ കവർച്ചക്കാരോ ആണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ വചനഭാഗം നമുക്ക് കൃത്യമായി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും വാതിലിലൂടെ പ്രവേശിക്കുന്ന നല്ല ഇടയൻ ഈശോയാണ് എന്ന് 10-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ സമർത്ഥിക്കുന്നതിലൂടെ യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയാണ് വാതിലിലൂടെ പ്രവേശിക്കുന്ന നല്ല ഇടയൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങളെ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് എന്നർത്ഥം. ആർക്കും സ്വയം ഇടയനായി തീരാൻ കഴിയല. അതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ. സ്വന്തമായി തീരുമാനം എടുത്തുന്ന ഒരു നല്ല ഇടയനായേക്കാം എന്ന് കരുതി ആർക്കും ആകാൻ സാധിക്കുന്നൊരു കാര്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നിയമാനുസൃതമായി നിയമിക്കപ്പെട്ടാലേ ഇടയനാകാൻ പറ്റുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മൾ പല കള്ളപ്രവാചകന്മാരെയും വ്യാജ ഇടയന്മാരെയും കാണുന്നുണ്ട് എന്നുള്ളതും പ്രസ്താവ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. സ്വയമായി അഭിഷേകം ചെയ്ത് ചിലരെങ്കിലുമൊക്കെ സഭകൾ തുടങ്ങുന്നുണ്ട്. കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. മറിച്ച് ദൈവികമായ അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെ പടുത്തുയർത്തപ്പെട്ട കേപ്പയാകുന്ന പാറമേൽ പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് യേശു കർത്താവ് സ്ഥാപിച്ച കത്തോലിക്ക തിരുസഭയിൽ നിന്നും പല കാലങ്ങളിലായി നൂറ്റാണ്ടുകളിലൂടെ ചിലരെങ്കിലുമൊക്കെ പിണങ്ങിപ്പിരിഞ്ഞു പോയിട്ടുണ്ട്. പ്രൊട്ടസ്റ്റ് ചെയ്ത് പുറത്തു പോയിട്ടുണ്ട്. ഇങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്നും പ്രൊട്ടസ്റ്റ് ചെയ്ത് പുറത്തുപോയി പല സഭകൾ സ്വന്തം പേരിലൊക്കെ തുടങ്ങുന്നവർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ശ്ലൈഹികമായ പാരമ്പര്യമനുസരിച്ച് ഒന്നാമത്തെ മാർപ്പാപ്പയായി യേശു കർത്താവ് തന്നെ അഭിഷേകം ചെയ്തുയർത്തിയ പത്രോസിൽ നിന്നും പത്രോസിന് പിൻഗാമിമാരായി വന്ന മാർപ്പാപ്പമാരിലൂടെ മെത്രാന്മാരിലൂടെ കൈവെപ്പ് വഴിയായി പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് ഇടയന്മാരാവുക എന്നുള്ളതാണ് ദൈവഹിതം, ബൈബിൾ വിവക്ഷിക്കുന്ന പാരമ്പര്യമെന്ന് തിരിച്ചറിയുക. അതിന് വിപരീതമായി ആരെങ്കിലുമൊക്കെ ഞാനാണ് സഭ എന്ന് പറഞ്ഞ് സ്വയം അഭിഷേകം ചെയ്ത് സ്വയം ഇടയന്മാരായി തങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നു എങ്കിൽ ബിവെയർ ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ് എന്നേ പറയാനുള്ളൂ അവരോട്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ മനസ്സിലാക്കുക, വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ നിയോഗിക്കപ്പെടലാണ്. ദൈവികമായ പൗരോഹിത്യ അധികാരം ഇടയധർമ്മമായി നൽകപ്പെടലാണ്. ഈശോ സ്വമേധയാ വന്നവനല്ലല്ലോ, ആണോ? ഈശോ സ്വയം എന്നാൽ പിന്നെ ഞാൻ ഒന്ന് ലോകത്തിൽ പോയേച്ച് വരാമെന്ന് പറഞ്ഞ് ഒരു ദിവസം ഇറങ്ങി പോരുവാണോ ചെയ്തേ? അല്ല. ഈശോ സ്വമേധയാ വന്നവനല്ല എന്ന് പറയാൻ കാരണമുണ്ട്. പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനാണ് അവിടുന്ന്. അതുകൊണ്ടാണ് അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നതും. ദൈവപിതാവിൻ്റെ ഇഷ്ടമായിരുന്നു പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. ദ ഓൺലി ബിഗോട്ടൻ സൺ എന്നാണ് യേശു കർത്താവിനെ കുറിച്ച് പറയുക ദൈവശാസ്ത്രപരമായി. അതുകൊണ്ട് തന്നെയും വാതിലൂടെ പ്രവേശിക്കുവാൻ അധികാരവും അവകാശവും ഉള്ളവനാണ് ഈശോ. ഈ അധികാരമാണ് ഇടയന്മാർക്കായി കർത്താവ് പകുത്തു നൽകുന്നത് എന്ന് തിരിച്ചറിയുക. ശ്ലൈഹികമായ കൈവെപ്പ് വഴിയായി ലഭിക്കുന്ന ഈ ഇടയധർമ്മമാണ് സഹോദരങ്ങളെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഓരോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
അതിന് വിപരീതമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും കണ്ണടച്ച് ഇരുട്ടാക്കാവുന്ന ഒരു കാര്യമല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ആ ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ചിലപ്പോഴെങ്കിലുമൊക്കെ വഴി തെറ്റി നടക്കുന്ന ഇടയന്മാർ തൻ്റെ പുറകെ വന്ന അജഗണത്തെയും വഴി തെറ്റിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. തൻ്റെ പിതാവിനാൽ അയക്കപ്പെട്ട് ആധികാരികമായി ദൈവത്തിൻ്റെ അജഗണത്തിൻ്റെ ഇടയനായി തീർന്ന ഈശോ തന്നെ വളരെ വ്യക്തമായി പറയാണ്, സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല. ഈശോയുടെ വാക്കുകളാകട്ടോ. ആ വചനം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ യേശു കർത്താവ് തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വചനം ഇപ്രകാരമാണ്: സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകമാണ്. എന്തെന്നാൽ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഈ വചനഭാഗത്തിൻ്റെ ടൈറ്റിൽ യേശുവിൻ്റെ സാക്ഷ്യമെന്നാണ്. ദ ടെസ്റ്റിമണി ഓഫ് ജീസസ്. ഈശോ തന്നെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ഞാൻ സ്വമേധയാ എന്തെങ്കിലും ചെയ്യാനായി വന്നവനല്ല, മറിച്ച് എന്നെ അയച്ചവൻ എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. യേശു കർത്താവിൻ്റെ അധികാരം എന്ന് പറയുന്നത് തന്നെ അയച്ചവനായ ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൈവദത്തമായ അധികാരമാണ്. ഈ അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയുക, സ്വമേധയാ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത് എന്ന് പറയുന്ന കർത്താവ് നിയമാനുസൃതമായ മാർഗത്തിലൂടെയാണ് സഭാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നവർക്ക് ആധികാരികത ലഭിക്കുന്നത് എന്നും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്കൊക്കെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ അഭിഷേകം ദൈവീകമായ കൃപാവരങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പൂർത്തീകരിക്കേണ്ടത്, ഇടയധർമ്മം ചെയ്യേണ്ടത്. ശ്ലൈഹിക പിന്തുടർച്ചയാണ് ഈ ആധികാരികതയുടെ അടിസ്ഥാനമായി പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വാതിലാവുക എന്നുള്ള ഇടയധർമ്മത്തെക്കുറിച്ചാണ്. വാതിലിലൂടെ പ്രവേശിക്കുന്നവനാകണം നല്ല ഇടയൻ എന്നുള്ളതാണ്. യേശു കർത്താവ് നല്ല ഇടയനായിരുന്നു. അവൻ വാതിലിലൂടെ പ്രവേശിച്ചവനാണ് എങ്കിൽ കർത്താവിനെ പോലെയാകാൻ അവനെ അനുകരിക്കുന്നവരായ ഓരോ പുരോഹിതനും ഇടയനാകുന്നത് വാതിലിലൂടെ പ്രവേശിക്കുമ്പോഴാണ്. കള്ളന്മാരോ കവർച്ചക്കാരോ ആകുമ്പോഴല്ല, മറിച്ച് വാതിലിലൂടെ പ്രവേശിക്കുന്ന നല്ല ഇടയനാകാനുള്ള വിളിയാണ് ഇടയൻ്റെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷതയെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 2, 8 സ്വഭാവ സവിശേഷതകളുണ്ട്. അതിൽ 2-ാമത്തെ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു. ആടുകളെ പേരു ചൊല്ലി വിളിക്കുന്നവനാണ് നല്ല ഇടയൻ. ഒന്ന് വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണെങ്കിൽ യോഹന്നാൻ പറയുകയാണ് 10-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ ആടുകളെ പേരു ചൊല്ലി വിളിക്കുന്നവനാണ് നല്ല ഇടയൻ എന്ന്. 10-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം നോക്കുക. വചനം ഇങ്ങനെ പറയുന്നു: കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേരു ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ് ഒരു വാഗ്മയ ചിത്രം പോലെ നമ്മൾ ഈ വചനഭാഗങ്ങളെ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. അവൻ ആടുകളെ പേരു ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആടുകളെ പേരു ചൊല്ലി വിളിക്കുന്നവനാകണം ഇടയൻ. എപ്പോഴാണ് നമ്മളൊരാളുടെ പേര് പഠിക്കുന്നത്? നമ്മൾ ഒത്തിരി പേരെ കാണുന്നുണ്ട് ലോകത്തിൽ. ഓരോ ദിവസവും എത്രമാത്രം പേരാ നമ്മുടെ അടുക്കൽ വന്ന് പരിചയപ്പെടുന്നത്. അത് ഏതൊരു സമൂഹത്തിലാണെങ്കിലും അനേകം പേര് നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ പരിചയപ്പെടുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരുടെയും പേരുകൾ ഓർത്തിരിക്കാറുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആയിരക്കണക്കിന് മനുഷ്യർ, മില്യൺസ് ഓഫ് പീപ്പിൾ നമ്മുടെ അടുക്കൽ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മളുമായി പല കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടാറുണ്ട്. പക്ഷേ
ചിലരുടെയെങ്കിലും പേരുകൾ നമ്മൾ ഓർത്തിരിക്കും. ഒരു പ്രാവശ്യം കണ്ടാൽ മതി ചിലരെ. അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാകണം, അവരുടെ ഇടപെടലിൻ്റെ രീതികൾ കൊണ്ടാകണം, അവരുടെ സംസാരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാകണം, അവരുടെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ടാകണം, എന്തുവായിക്കൊള്ളട്ടെ, ചിലരെ അങ്ങ് മറക്കാൻ പറ്റുകയില്ല. അവരെ നമ്മൾ ഓർത്തിരിക്കും. ഒരാളെ ഓർത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് അവരുടെ പേര് ഓർക്കുക എന്നുള്ളതും അവരെ പേര് പറഞ്ഞ് വിളിക്കുക എന്നുള്ളതും. ലൂക്കായുടെ 19-ാം അധ്യായത്തിലെ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നവനെ ചുവട്ടിൽ വന്നിട്ട് സക്കേവൂസേ എന്ന് പേര് ചൊല്ലി വിളിച്ചവനാ കർത്താവ്. സുവിശേഷം വായിച്ചു പോകുമ്പോൾ ഇതിനു മുമ്പ് കർത്താവ് സക്കേവൂസിനെ കണ്ടതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ആദ്യമായി കാണുക. എടാ നീ ഇറങ്ങി വാ എന്ന് പറയുക അല്ല, മറിച്ച് സക്കേവൂസേ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പേര് ചൊല്ലി വിളിക്കുക. പേര് ചൊല്ലി വിളിക്കുന്ന ആ നിമിഷം തന്നെ സക്കേവൂസിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം, വലിയ മാനസാന്തരം സംഭവിക്കുകയാണ്. വലിയ വിടുതൽ സംഭവിക്കുക അവൻ്റെ ജീവിതത്തിൽ. എന്നെ അറിയുന്നവൻ, എന്നെ കരുതുന്നവൻ. പേര് ചൊല്ലി വിളിക്കാൻ കാരണം എന്താണെന്നറിയാവോ? യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട് 49-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ. നമുക്കൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പോപ്പുലർ വചനമാണത്. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? യെശയ്യാ 49:16. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ അവൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്നവന്. ഐ ഹാവ് ഇൻസ്ക്രൈബ്ഡ് യുവർ നെയിം എന്ന ഇംഗ്ലീഷ് ബൈബിളിൽ NRSV, ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വാക്ക്. ഇൻസ്ക്രൈബ്ഡ് എന്ന, റിട്ടൺ എന്നല്ല. ഞാൻ നിൻ്റെ പേര് എഴുതിയിട്ടുണ്ടെന്നല്ല, ഞാൻ നിൻ്റെ പേര് കൊത്തിവെച്ചിരിക്കുന്നു എന്നാണ് എഴുതിയേക്കണേ. ഞാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് ഉള്ളം കയ്യിൽ കൊത്തിവെച്ചേക്കണേ? വേറെ എവിടെയൊക്കെ കൊത്തിവെക്കാമായിരുന്നു. പക്ഷെ അവൻ ഉള്ളം കയ്യിൽ കൊത്തിവെക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു മനുഷ്യന് സ്വന്തമായി ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നത് അവൻ്റെ ഉള്ളം കൈയാണ്. ശരീരത്തിൽ ഒത്തിരി അവയവങ്ങളുണ്ടല്ലോ, പല ഭാഗങ്ങളുണ്ട്, വേറെ എവിടെയെങ്കിലും എഴുതി വെക്കാം. അടുത്ത കാലത്ത് ഒരു സിനിമാ നടിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ഈ ജേർണലിസ്റ്റ് ആ ഇൻ്റർവ്യൂവിനിരിക്കുന്ന സിനിമാ നടിയോട് ചോദിക്കുന്നുണ്ട്, കൈയുടെ ഇവിടെ എങ്ങാണ്ട് ഒരു ടാറ്റു കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടു, ഈ ഒരു ടാറ്റു മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അന്നേരം അവൾ പറയാം, അല്ല, എനിക്ക് 19 ടാറ്റു ഉണ്ട് എൻ്റെ ശരീരത്തിൽ. 19 ടാറ്റു എൻ്റെ ശരീരത്തിൽ ഞാൻ അവിടെയായി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇൻ്റർവ്യൂവർ ക്യൂരിയോസിറ്റിയോടുകൂടെ, കൗതുകത്തോടുകൂടെ ചോദിക്കുകയാണ്, എന്നാൽ ഓരോ ടാറ്റു എന്താണ് എന്നും അത് എവിടെയൊക്കെയാണെന്നും പറയാവോ? അപ്പോൾ ഈ സിനിമ നടി പറയുന്നുണ്ട്, ഇല്ല, ഇത് മാത്രമേ കാണാൻ പാകത്തിന് കൊത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കാണാൻ പാടില്ലാത്തടത്താണ് കൊത്തി വെച്ചേക്കണേ. എന്താ കാരണം? ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം ഒരു പക്ഷേ. ചിലരെങ്കിലുമൊക്കെ ഇപ്രകാരം ദൈവം തന്നിരിക്കുന്ന ഈ ശരീരത്തെ വികലമാക്കുന്ന രീതിയിൽ ടാറ്റു ഒക്കെ അടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനൊന്നും എതിരൊന്നും അല്ല, അങ്ങനെയൊന്നും പറയുകയല്ല, മറിച്ച് എന്തിനാ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും ഒക്കെ മനസ്സിൽ തോന്നാറുണ്ട്. ഞാൻ ടാറ്റു ചെയ്യുന്നതിനെ സാധൂകരിക്കുകയോ എതിർക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് ദൈവം നമുക്കെല്ലാവർക്കും കൃത്യമായൊരു രീതി തന്നിട്ടുണ്ട്. അതിനെ വികലമാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെയും അത് ദൈവികമാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാ. ഈശോ പറയാണ്, അല്ലെങ്കിൽ ദൈവികമായ വചനം ആവർത്തിക്കുകയാണ്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിലാണ് രേഖപ്പെടുത്തിയത്, ഏറ്റവും പെട്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കും വിധം. നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ കർത്താവിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ ഓർത്തിരിക്കുക, ആടുകളെ പേരു ചൊല്ലി വിളിക്കാൻ പാകത്തിന് അവരെ അറിയുന്നവനാകണം നല്ല ഇടയൻ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇടയൻ ആടുകളെ പേരു ചൊല്ലി വിളിക്കുന്നവനാകണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നല്ല ഇടയനായ ദൈവത്തിന് തൻ്റെ അജഗണത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അവിടുന്ന് ഓരോ വ്യക്തിയെയും അടുത്തറിയുന്നു, മനസ്സിലാക്കുന്നു എന്നാണ് പറയുക. ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും. സൈക്കോളജിസ്റ്റ് പറഞ്ഞ് കേട്ടിരിക്കുന്ന കാര്യം മനഃശാസ്ത്രജ്ഞന്മാർ
പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണല്ലോ പരസ്പരം അറിയുന്ന ഏറ്റവും മനോഹരമായ അടുത്ത ബന്ധം എന്ന് പറയുന്നത്. അതിൽ ജീവിത പങ്കാളിക്ക് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ആ വ്യക്തിയുടെ 1/7 മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ എക്സ്പെരിമെൻറ്റുകളിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 6/1 7/1 അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ 6 അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെ മനസ്സുകളെ 3ആയി തരംതിരിക്കുന്നുണ്ടല്ലോ സൈക്കോളജിസ്റ്റ്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഇതിൽ ബോധമനസ്സിൽ മാത്രം നടക്കുന്ന, കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൃത്യമായി അറിയാൻ, നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുക. വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് ഈസ് നോട്ട് അപ് ടു യുവർ റീച്ച്. നിനക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന അകലത്തിലല്ല അവയൊന്നും ഉള്ളത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെയും എന്നെ പൂർണ്ണമായും അങ്ങ് പിടികിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. പിന്നെ എങ്ങനെ മറ്റൊരാൾക്ക് എന്നെ അറിയാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ദൈവികമായ മനസ്സിലാക്കലിൻ്റെ മറ്റൊരു തലമാണ് എന്ന് തിരിച്ചറിയുക. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ കടന്നു വരേണ്ടത് ഇപ്രകാരമുള്ള ഒരു തിരിച്ചറിവിലേക്കാണ്. എൻ്റെ കൂടെയുള്ളവരെ അറിയാൻ ഞാൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു തിയറിയുണ്ട്, കൂടുതൽ അറിയും തോറും കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. ശരിയല്ലേ? ഒരാളെ നമ്മൾ കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ ഗുണഗണങ്ങളാകട്ടെ, അവരുടെ മോശമായ കാര്യങ്ങളാകട്ടെ, അവരുടെ സ്ട്രെങ്ത് ആവട്ടെ, അവരുടെ വീക്ക്നെസ് ആവട്ടെ, ഒരു വ്യക്തിയെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ അവരെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി പറ്റും. അറിയണം. നമ്മളിങ്ങനെ വെറുതെ ഈ ലോകത്തിൽ കുറച്ചു കാലം കാള കളിച്ച് ജീവിച്ചു പോകാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരല്ല കേട്ടോ. കൂടെ താമസിക്കുമ്പോൾ ആരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് വ്യക്തമായി അറിയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുവാൻ തക്ക വിധം എല്ലാവരെയും അറിയുന്നവനായിരിക്കണം ഇടയനെന്ന് സഹോദരങ്ങളെ പറയാറില്ലേ? ചില വികാരി അച്ഛന്മാരെ കൊണ്ട് അവരെക്കുറിച്ച് അഭിമാനത്തോടുകൂടെ ചില ഇടവകക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വികാരി അച്ഛന് ഇടവകയിലുള്ള എല്ലാവരുടെയും പേരറിയാം അച്ഛാ. ഞായറാഴ്ച പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ച് അച്ഛൻ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട്. കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നല്ല ഉദാഹരണങ്ങൾ പറയുമ്പോൾ ചില അച്ഛന്മാരുണ്ട് കേട്ടോ, ഇടവകയിലെ വില്ലന്മാരുടെ പേരുകൾ പഠിച്ചു വെക്കും. എന്നിട്ട് ചില സമയങ്ങളിലൊക്കെ പ്രസംഗത്തിൻ്റെ സമയത്ത്, അറിയിപ്പുകളുടെ സമയത്ത് അവരുടെ പേര് വിളിച്ച് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ഉള്ള കാര്യത്തെക്കുറിച്ചല്ല പറയുക, ഭാവാത്മകമായിട്ടാണ് പറയുക. ഇടവകയിലുള്ള എല്ലാവരുടെയും പേരുകൾ ഓർത്തിരിക്കുന്ന ഇടയന്മാർ. ഇപ്രകാരം മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ള ഇടയന്മാരാവുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് മനസ്സിലാക്കുക. കാരണം ബൈബിളിൽ ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ അറിയുകയും സ്നേഹിക്കുകയും ആ വ്യക്തിയുമായി ഐക്യപ്പെടുകയും ചെയ്യുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അറിയുക എന്ന് പറഞ്ഞാൽ വ്യക്തിയുമായി ഐക്യപ്പെടുകയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നാം വായിക്കുന്ന ഒരു വചനം ഇതാണ്: ആദം തൻ്റെ ഭാര്യയായ ഹവ്വയോട് ചേർന്നു, അവൾ ഗർഭം ധരിച്ചു, കായനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. ആദം തൻ്റെ ഭാര്യയായ ഹവ്വയോട് ചേർന്നു. ചേർന്നു എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായി ചേരുക എന്ന അർത്ഥമുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ആദം തൻ്റെ ഭാര്യയായ ഹവ്വയെ അറിഞ്ഞു എന്ന് നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലുമുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇതിന് സമാനമായ ഒരു വചനഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. കണ്ടോ?
പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവൻ അവളുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ള അർത്ഥമാണ് കൃത്യമായും നമുക്കിവിടെ ലഭിക്കുന്നത്. അത് യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയവും തമ്മിലുള്ള ബന്ധത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന വാക്കുകളാണ് എന്ന് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക, ഒരു വ്യക്തിയെ അറിയുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുക എന്ന അർത്ഥമുണ്ട് എന്ന് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്രകാരം അറിഞ്ഞു കഴിയുമ്പോഴാണ് ആ വ്യക്തികളെ സ്നേഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇടയധർമ്മമായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇവിടെ അറിയുക എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഉൽപ്പത്തി പുസ്തകത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്ന വാക്യങ്ങൾ രണ്ടും ചേർത്ത് വെക്കുമ്പോൾ ലൈംഗികമായ ബന്ധം എന്നൊരർത്ഥവും ഇതിനുണ്ട്. ഭാര്യ ഭർത്തൃബന്ധം, സെക്ഷുവൽ യൂണിയൻ എന്ന് വേണം ഇതിനെ വിളിക്കാം. അപ്രകാരം അടുത്തറിയാൻ സാധിക്കുന്ന വ്യക്തിബന്ധങ്ങളിലേക്ക് വളരുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇടയനും ആടുകളും തമ്മിൽ വ്യക്തിപരമായ നല്ല സ്നേഹബന്ധം സ്ഥാപിക്കണമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് വെറും മാനുഷികമായ ഒരു ബന്ധമല്ല കേട്ടോ, ദൈവികമായ ഒരു സ്നേഹബന്ധമാണ്, ഗാഢമായ ഒരു റിലേഷൻഷിപ്പാണിത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 10-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ, ഞാൻ നല്ല ഇടയനാകുന്നു, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അതുകൊണ്ടാണ് അവൻ പേര് ചൊല്ലി വിളിക്കാൻ പ്രാപ്തനാകുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ളവരെ സ്വന്തമായി കരുതാൻ, അവരുടെ പേരുകൾ ഓർത്തിരിക്കാൻ, കുടുംബത്തിൽ മാത്രമല്ല, ജോലിസ്ഥലങ്ങളിൽ മാത്രമല്ല, സമൂഹങ്ങളിലും ഇടവകളിലുമൊക്കെ, സ്ഥാപനങ്ങളിലും മറ്റുള്ളവരെ അടുത്തറിയാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് സ്വഭാവ സവിശേഷത മാത്രമായി അവശേഷിക്കുകയല്ല, അത് ദൈവികമായ ഒരു ദാനമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.